അപ്പോൾ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വീണ്ടും കുറച്ചിട്ടുണ്ട് കേന്ദ്രം കേട്ടോ. പണി എങ്ങനെയൊക്കെ തരാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് പണി തരുന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലെ 5944 കോടി രൂപയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും അധിക തുക വായ്പ എടുത്തുവെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്, വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ സർക്കാർ നടത്തിയതാണ്. ഒരു 10,000 കോടി വേണം മൊത്തത്തിൽ ഈ പെൻഷൻ അധിക വർധനയും ബാധ്യതയും ഒക്കെ സർക്കാരിൻ്റെ മേൽ വരുമ്പോൾ അതൊക്കെ പരിഹരിക്കാൻ. അതിനിടയിലാണ് ഇപ്പോൾ ഒരു അടി ഓർക്കാപ്പുറത്ത് കിട്ടിയിരിക്കുന്നത്. കടമെടുപ്പ് പരിധിയിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്നതിൻ്റെ പാതിയേ ഇപ്പോൾ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പഴയ പല്ലവി തന്നെയാണ് അല്ലേ? കിഫ്ബിയിൽ നിങ്ങൾ വായ്പ എടുത്തില്ലേ? പെൻഷൻ്റെ കമ്പനിയിൽ നിന്ന് നിങ്ങൾ വായ്പ എടുത്തില്ലേ? അതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പെടലേക്ക് വെച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്രം നമുക്ക് കിട്ടേണ്ട പണം തടഞ്ഞിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് റഹീസ് റഷീദ്? അരുൺ, അങ്ങനെ തന്നെയാണ്. വീണ്ടും കേന്ദ്രത്തിന്റെ വക നല്ല 8ന്റെ പണി തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ചെറിയ ഇടവേള മാത്രമേ ഉള്ളൂ. ഒരു സർക്കാരിനെ സംബന്ധിച്ച് അവസാന മാസങ്ങളിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. ഇടക്കാല ബജറ്റ് വരുന്നുണ്ട്. അത്തരത്തിൽ സർക്കാർ ചില ഓഫറുകൾ അല്ലെങ്കിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആലോചനകൾ നടത്തുമ്പോൾ പണം വേണം. ഒപ്പം സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ്. കരാറുകാർക്ക് ബില്ലടക്കമുള്ളത് മാറുന്നത് ഈ മാസങ്ങളിലാണ്. അതിന് മാത്രം ഏതാണ്ട് ഒരു 20,000 കോടി രൂപ വേണ്ടി വരുമെന്നാണ് സർക്കാരിന്റെ കണക്ക്. ഒപ്പം മൊത്തം ഒരു 22.5 കോടി രൂപ ഈ കാലയളവിൽ വേണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നികുതിയും മറ്റു വരുമാനങ്ങൾക്കും ആ പണം കിട്ടില്ല എന്ന വിലയിരുത്തലിൽ ധനവകുപ്പ് നിൽക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള കേന്ദ്രത്തിന്റെ വെട്ട് വന്നിരിക്കുന്നത്. അതായത് 12,516 കോടി രൂപയായിരുന്നു നമുക്കിനി കടമെടുക്കാൻ ബാക്കിയുള്ളത്. അതിൽ 6,572 കോടി മാത്രമേ നൽകാൻ കഴിയൂ എന്ന് കേന്ദ്രം ഇന്നലെ ധനവകുപ്പിന് കത്ത് നൽകി. അതായത് 5,944 കോടി രൂപയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പതിവ് പല്ലവി തന്നെയാണ്. കിഫ്ബിയിലടക്കം നിങ്ങൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ പണം എടുത്തില്ലേ, അതുകൊണ്ട് അത് ഇവിടെ കണക്കിൽ കൂട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേന്ദ്രത്തിന്റെ നമുക്കിട്ടുള്ള വെട്ട്. ഓക്കെ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സംഭവം 8ന്റെ പണി എന്ന് തന്നെ പറയാം. ഈ പൈസയിൽ നിന്നാണ് നമുക്ക് പെൻഷൻ കൊടുക്കണമെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിലും ഒക്കെ പണം നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 5,740 കോടിയോളം രൂപയിൽ അതിനകത്തൊരു വെട്ടിക്കുറവുണ്ടായിരിക്കുന്നു. മൊത്തം നോക്കിയാൽ ഒരു വർഷം 55,000 കോടിയുടെ കുറവുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. കേന്ദ്രം തരുന്നില്ല, അതാണ് പ്രശ്നം. സാമ്പത്തികമായിട്ട് ഇരിക്കുക.